നേരത്തെ പറഞ്ഞ പോലെ 200-300 വർഷങ്ങൾക്ക് മുമ്പ് വഖഫ് ചെയ്ത ഭൂമികളിൽ ഇസ്ലാമിക ആരാധനാലയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതിനെ സംബന്ധിച്ചൊന്നും കോടതിയിലൊന്നും ഒരു തർക്കമില്ല. ആകെ തർക്കമുള്ളത് അയോധ്യ ഉണ്ടായിരുന്നു, മധുരയും കാശിയും മാത്രമാണ് ഈ രാജ്യത്ത് തർക്കമുള്ളത്. പിന്നെ പ്രാദേശികമായ പല സ്ഥലങ്ങളിലും പല തർക്കങ്ങളും ഉണ്ട്. അതെല്ലാത്തിലും BJPക്ക് കെയർ ഓഫ് ആരും നൽകേണ്ട. സംഭാലിലടക്കമുള്ളത് പ്രാദേശികമായി അവിടുത്തെ ജനങ്ങൾ കോടതിയിൽ പോയി അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അത്തരത്തിൽ വിധി ഉണ്ടായതും പിന്നീട് സുപ്രീം കോടതിയും മറ്റൊരു വിധിയിലേക്ക് കടന്നതൊക്കെ സാഹചര്യങ്ങൾ നമുക്കറിയാം. ഇവിടെയൊന്നും BJP കക്ഷിയില്ല. പക്ഷേ ഞങ്ങൾ ഉന്നയിക്കപ്പെട്ട പ്രധാനപ്പെട്ട വിഷയങ്ങൾ അയോധ്യയായിരുന്നു, അത് പരിഹരിക്കപ്പെട്ടിരുന്നു. മധുരയും കാശിയും ഇത് നൂറ്റാണ്ടുകളായി 1000-10,000 വർഷങ്ങളായി ഹൈന്ദവരുടെ വിശുദ്ധമായ ആരാധനാലയങ്ങളായിരുന്നു. പക്ഷേ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മുഗൾ ആക്രമിച്ച് കീഴ്പ്പെടുത്തുകയൊക്കെ ചെയ്തത് ചരിത്രത്തിലെ യാഥാർത്ഥ്യങ്ങൾ തന്നെയാണ്. അതൊക്കെ മറ്റു കോൺഗ്രസും CPM എത്രയൊക്കെ വിസ്മരിക്കപ്പെട്ടാലും അതൊന്നും ചരിത്രപരമായ സംഭവങ്ങളിൽ നിന്ന് മാറ്റപ്പെടാൻ ഒരിക്കലും കഴിയില്ല. ആ വിഷയങ്ങൾ അവിടെ നിൽക്കട്ടെ. അപ്പോൾ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള മറ്റ് ഈ പറഞ്ഞതുപോലെ വഖഫ് ചെയ്തതിനൊന്നും തർക്കമില്ലാത്തടത്ത് ആരും അവകാശവാദം ഉന്നയിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് അതിനെ സംബന്ധിച്ച് ഒരു തർക്കവുമില്ല. ഇവിടുത്തെ മറ്റൊരു പാലസ്തീനുമായി ബന്ധപ്പെട്ട വിഷയം പറഞ്ഞല്ലോ. പാലസ്തീനുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ UN വന്നപ്പോൾ ഇസ്രയേൽ കൊണ്ടുവന്ന വിഷയങ്ങൾക്കെതിരെ വീറ്റോ ചെയ്ത സർക്കാരാണ് നരേന്ദ്രമോദി സർക്കാർ. പാലസ്തീൻ എന്ന രാജ്യം രൂപീകരിക്കുന്ന അന്നും ഇന്നും ഞങ്ങൾ കൃത്യമായ നിലപാടെടുത്തിട്ടുണ്ട്. പക്ഷേ വൺ സൈഡഡ് ആയിട്ട് സോറി ഫോർ ദ ഇന്ററപ്ഷൻ. ഇന്ത്യക്ക് എങ്ങനെയാണ് വീറ്റോ അധികാരം വന്നത്? അല്ലെ സോറി, വീറ്റോ അധികാരമല്ല, സോറി ക്ഷമിക്കണം. ഇസ്രയേൽ കൊണ്ടുവന്ന നടപടികൾക്കെതിരായ നിലപാടുകൾ കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിട്ടുണ്ട്. അത് നരേന്ദ്രമോദി സർക്കാരിന്റെ കാലത്ത് സ്വീകരിച്ചിട്ടുണ്ട്. എന്നാൽ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായതിനു ശേഷമാണ് ആദ്യമായി ഒരു പ്രധാനമന്ത്രി ഇസ്രയേലിലെത്തുക. പക്ഷേ ഇസ്രയേലിനെതിരെയുള്ള ഭീകരാക്രമണങ്ങൾ ഹമാസ് നടത്തുന്നതെല്ലാം അതിശക്തമായ നിലപാട് ഭാരത സർക്കാർ സ്വീകരിച്ചിട്ടുണ്ട്. ആ സർക്കാർ സ്വീകരിക്കുകയും ചെയ്യും. പക്ഷേ കേരളത്തിലെയും അടക്കം രാജ്യത്തെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ എപ്പോഴും ഇരട്ടത്താപ്പ് സ്വീകരിക്കുന്നു. ബംഗ്ലാദേശിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരെ അതിക്രമം ഉണ്ടായപ്പോൾ ഇവിടെ ഏതെങ്കിലും CPMകാർ പ്രതിഷേധിച്ച് കണ്ടിട്ടുണ്ടോ? മറ്റ് പാലസ്തീനിലടക്കം ലോകത്തിന്റെ വിവിധ കോണുകളിലുണ്ടായ വിഷയങ്ങളിന്മേൽ എന്തെല്ലാം പ്രതിഷേധങ്ങൾ CPM നടത്തുന്നു. പക്ഷേ സ്വന്തം രാജ്യത്തിന് തൊട്ടടുത്ത് നിന്ന് ന്യൂനപക്ഷം പീഡിപ്പിക്കപ്പെട്ടപ്പോൾ ഒരു പ്രതിഷേധമോ CPMന്റെ ഭാഗത്ത് നിന്ന് നാളിതുവരെ ഉണ്ടായിട്ടില്ല. അത്തരത്തിലുള്ള ഇതിനെതിരെയാണ് ഞങ്ങൾ ഇരട്ടത്താപ്പ് എന്ന് വളരെ കൃത്യമായി പറയുന്നത്.